ഇപ്പോൾ കിട്ടിയെന്ന് മനസ്സിലായി. നീ കാരണം ആക്സിഡന്റ് എനിക്ക് മനസ്സിലായിരുന്നു. ഇനി മേല ഇമ്മാതി പോയി ഒരിക്കലെത്തില്ല. എന്റെ പെണ്ണിനെ പറ്റിയുടെ മോളെ നിന്റെ ജീവനെ പിടിച്ച് മൂടിയാൽ ഇപ്പൊ നീ ചെല്ല് നിന്റെ ഹമത്ത് നിന്റെ കുഞ്ഞിനെ എടുക്കാൻ മനസ്സിലായി. അത് എന്റെ മോൾ തന്നെ. അതെ, സ്വന്തം മോളായി ചോദിക്കുന്നതില്ലാത്ത സ്നേഹം നിങ്ങൾക്ക് അവളോട്. അവളുടെ പാരൻസ് അവളുടെ അച്ഛനും അമ്മയുണ്ട്. അവൾ കൊള്ളവളെ നിങ്ങളെ അവൾ വിഷമമാക്കണ്ട. എന്റെ കുഞ്ഞമ്മ പോയെ എന്നെ ഇതേപോലെ വന്ന പ്രായത്തിലെ ബഹുമാനം തന്നില്ല. നീ വിഷമിക്കും ഞങ്ങൾക്ക് അവർ നല്ലൊരു അമ്മയല്ലായിരുന്നു. എനിക്ക് വിഷമമൊന്നുമില്ല. നീ ഇത് നോക്കിക്കാം. ഇവിടെ വന്നിട്ട് മുറി ഞാൻ കിട്ടിത്തരാം. എനിക്കെന്താ വിഷമം വിഷമിച്ചത്? അതെ, അതെ ഞാൻ ഒഴിവാക്കാം. നിന്റെ കുഞ്ഞിന്റെ കാര്യങ്ങളൊക്കെ പറ. എന്തൊക്കെ വിശേഷിപ്പ്? ഏയ് അങ്ങേര് നടത്താക്കാരനേക്ക് ഇപ്പൊ വീട് നടക്കുന്നില്ല. ഒരുപാട് കോളേജിൽ പഠിക്കുന്ന ഏതോ ഒരു അതിനൊക്കെ അല്ലാണ്ട് ബുക്ക് ഞാൻ എനിക്കും പണ്ട് പറഞ്ഞോളൂ. പക്ഷെ അല്ലടാ, നമ്മൾ സ്നേഹിച്ചാൽ നമ്മൾ തിരിച്ച് സ്നേഹിക്കണം യാതൊരു നിർബന്ധമില്ല. അതിനുവേണ്ടി നമ്മൾ അടി ഉണ്ടാക്കാൻ പോയിട്ട് വലിയ കാര്യമില്ല. ഇപ്പോൾ കണ്ടില്ലേ, അവൾക്ക് അടി കിട്ടിയ അവൾ പോയ അതേപോലെ ആർദ്രയ്ക്ക് കിട്ടിയ പോലെ എനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്തിനാ വെറുതെ വേണ്ടാത്ത പണിക്ക് പോകണേ? നമുക്ക് വിധിച്ചിട്ടുള്ളതല്ലേ കിട്ടുള്ളൂ. നീ തന്നെയാണ് കറക്റ്റ്. എന്റെ പൊന്ന് നാത്തൂനെ. ഒന്ന് പോടി പെണ്ണെ, വെറുതെ സുഖിപ്പിക്കാൻ നിൽക്കാതെ പോടണം. മുകളിലേക്ക് പോവാം. അവളവിടെ ഒച്ചയ്ക്കല്ല. ഹലോ, എന്താ താഴത്തെന്താ സംഭവം? കുറെ ഒച്ചയും ബഹളമൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. എന്താ വല്ല വെടിക്കെട്ടുമായിരുന്നോ? ശരിയാ, അവിടെ ഒരു ചെറിയ വെടിക്കെട്ട് ഞാൻ നടന്നത്. ഒന്നുമില്ല, അവള് പോയി. തനിക്കിട്ട് ഈ പണി തന്നവള് ആർദ്ര. ഞാനെല്ലാം അറിഞ്ഞു. അങ്ങനെ അറിയാതെക്കാൻ പറ്റത്തില്ലല്ലോ. കാണാൻ പറ്റില്ല. പക്ഷെ ധ്രുവേട്ടനെങ്ങനെ അറിഞ്ഞേ? താൻ അവള്, അതായത് ആർദ്രേനെ സ്പെഷ്യലായിട്ട് വിളിച്ച് പറയുന്നത് ഞാൻ ചെറുതായിട്ട് കേട്ടു. അപ്പോൾ അതിന് ചെറിയൊരു പൂരപ്പുറം അവിടെ ഉണ്ടായ ഒരു ചെറിയ പൊട്ടലും ചീറ്റലും കഴിഞ്ഞ് അവള് ബാഗും പാക്ക് ചെയ്ത് എന്തായാലും ഇറങ്ങാൻ നിന്നാണല്ലോ. അപ്പൊ അവളുടെ പ്രിയപ്പെട്ട അമ്മേന്റെ സ്വന്തം ചേച്ചി വന്ന് കൊണ്ടുപോയി. അങ്ങനെ ഇപ്പൊ അവള് പോയിക്കുന്ന. ഇനിയിപ്പോ ഈ വഴി വേറെ ഉണ്ടാവില്ല. ആണല്ലേ? ഞാൻ പറയാത്തതിൽ സോറി. പക്ഷെ അത് എന്തിനാ സോറി? താൻ സോറി ഒന്നും പറയണ്ട. പക്ഷെ എന്നാലും അവളങ്ങനെ ചെയ്തിട്ട് അവക്കിട്ട് കൊടുക്കാതെ പോയാൽ ശരിയാവത്തില്ലല്ലോ. ഒന്ന് കൊടുത്തു, അതെന്റെ ഒച്ചമേളൊക്കെ താഴ്ത്തു കേട്ടോ. അവളെ അടിച്ചല്ലേ? അത് വേണമായിരുന്നോ? അത് അവൾ ചോദിച്ച് വാങ്ങിയതാണ്. പിന്നെ നിനക്ക് ആക്സിഡന്റ് ഉണ്ടാക്കിയവളെ ഞാൻ പിന്നെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കണോ? അവള് ചോദിച്ച് വാങ്ങിയതല്ലേ, അതവൾക്ക് കിട്ടണം. നീ അവളെ സപ്പോർട്ട് ചെയ്യാനൊന്നും നിൽക്കണ്ട. എനിവേസ് അമ്മ വിളിക്കണം, ഞാനിപ്പോ വരാം. ജോ, നീയോ? നീ അവൾക്കൊന്ന് കമ്പനി കൊടുത്തേക്കോ. ഞാനിപ്പോ താഴത്തേക്ക് പോവാം. എനിക്ക് കുറച്ച് പണിയുണ്ട്. ശരിയടാ. ഞാൻ കൊടുത്തോളാം. ശരി. ഹലോ, എന്തൊക്കെയാണ്? സുഖല്ലേ? ആടി, എനിക്ക് സുഖം. നിനക്ക് സുഖല്ലേ? ഓ, എനിക്ക് സുഖം. കുറേ കണ്ടിട്ട് കുറേ വരണം എന്ന് വിചാരിക്കുന്നു. അന്ന് ഞാൻ വന്നപ്പോൾ കടന്നുറങ്ങുമായിരുന്നു അലസി. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഉറക്കത്തിൽ ഡിസ്റ്റർബ് ചെയ്യണ്ട. പിന്നെ ഞാൻ കുറച്ച് നേരം ഇരുന്നിട്ട് ഞാൻ പിന്നെ പോയി. ഞാൻ വെറുതെ ചുമ്മാ വന്നതാ. അപ്പോൾ കുറച്ച് കാര്യങ്ങളും പറയാനുണ്ട്. മനസ്സിലിങ്ങനെ കുറേ ആയി പറയണം എന്ന് വിചാരിക്കുന്നു. പറയാതെ പോയ ഒരു കാര്യമാണ്. ഞാൻ ആലസീനൊരു നല്ലൊരു ഫ്രണ്ട് അല്ലെങ്കിൽ ഒരു സിസ്റ്ററായിട്ടാണ് കാണുന്നത്. ആലസി എങ്ങനെയാണ് എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എന്തിനാ ഫോർമാലിറ്റി ഒക്കെ? നീ ചോദിക്കുമെന്നെ. എന്താ കാര്യം? ഒരു കാര്യം അത് അതെ, ഫോർമാലിറ്റി ആവശ്യമില്ല. പക്ഷെ എന്നാലും ആലസി, ഞാൻ തന്നെ നല്ലൊരു ഫ്രണ്ടായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് പറയാൻ താൻ തെറ്റിദ്ധരിക്കരുത്. ഞാനും നിന്നെ ആസ് എ ഫ്രണ്ടായിട്ടാണ് കാണുന്നത്. നീ എന്നെ എന്ത് പറഞ്ഞാലും എനിക്കങ്ങനെ ഹേർട്ടാവില്ല. നീ പറഞ്ഞ ധൈര്യമായിട്ട്. എനിക്കറിയാം നിങ്ങൾ തമ്മിൽ ഇപ്പോഴും ഭയങ്കര ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നുണ്ടെന്ന്. പക്ഷേ എനിക്കതെങ്ങനെ പറയേണ്ടതെന്ന് അറിയത്തില്ല. ഇതൊക്കെ തൻ്റെ ലൈഫാണ്, താൻ ഡിസൈഡ് ചെയ്യാം. പക്ഷേ ആസ് ഒരു സിസ്റ്റർ എന്ന നിലയിൽ പറയുന്നതെന്നേ ഉള്ളൂ. പികൂടം പാവാടോ.
പുറമെ ഒരാൾക്ക് കാണുന്ന പോലെയുള്ളൊരു ക്യാരക്ടറേ അല്ല. താൻ ചിലപ്പോൾ അറിഞ്ഞിട്ടുണ്ടാവും, പീക്കോട്ടിൻ്റെ അമ്മയ്ക്ക് ഒരു കരൾ സംബന്ധമായ രോഗം വന്നപ്പോൾ പീക്കോട്ടിന് കരൾ കൊടുത്തത്. ഏത് മക്കളാടോ ഇക്കാലത്ത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അത്രയും കെയറിങ് ആൻഡ് സംതിങ് ആണ്. നമ്മൾ പീക്കോട്ടിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നതിനേക്കാൾ ഒത്തിരി ഹി ഗിവ് ടു വി. സോ പീക്കോട്ടൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന പീക്കോട്ടിൻ്റെ അമ്മേനായിരുന്നു. ഇപ്പോൾ ആ കൂട്ടത്തിൽ താനും ഉണ്ട്, ഞങ്ങളെല്ലാവരും ഉണ്ട്. പക്ഷേ നിങ്ങൾ രണ്ടുപേരും പീക്കോട്ടിൻ്റെ ലൈഫിൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേഴ്സൺസാണ്. സോ തന്നെ അത്രയും സ്നേഹിക്കുന്ന പീക്കോട്ടിനെ താനൊരിക്കലും വിഷമിപ്പിക്കരുത് ആലസി. തന്നോടുള്ള സ്നേഹം കൊണ്ട് പറയുക. പിന്നെ പീക്കോട്ടനൊരു പാവ, അതിന് സ്നേഹിക്കാൻ മാത്രമേ അറിയത്തുള്ളൂ, മറ്റൊന്നും അറിയത്തില്ല. എനിക്കറിയാം നിങ്ങൾ തമ്മിൽ എങ്ങനെയാണ്, ഭയങ്കര ക്ലോസ് ആയിരിക്കാം, പക്ഷേ ഭാവം ഉണ്ടാവില്ലേ? നിങ്ങളുടെ ഒരു കുഞ്ഞിനെ കണ്ടിട്ട് കണ്ണടയ്ക്കണം എന്നുള്ളതാണ് മാമീൻ്റെ ഏറ്റവും വലിയ സ്വപ്നം. തനിക്കറിയാലോ മാമീൻ്റെ രോഗങ്ങളെയൊക്കെ പറ്റി. ക്യാൻസർ ആയിരുന്നു, പിന്നെ വൃക്കയിൽ ഒരു ചെറിയ പ്രോബ്ലം വന്ന് അത് റിമൂവ് ചെയ്തപ്പോൾ കിഡ്നിക്ക് പിന്നെയും പ്രശ്നം വന്നപ്പോഴാണ് ഇപ്പോൾ അത് കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്ത്. ഇപ്പം എല്ലാം തനിക്കറിയാലോ. അപ്പോൾ എത്ര കാലമാണെന്ന് മാമിക്കും അറിയത്തില്ല, ഞങ്ങൾക്കും അറിയത്തില്ല. ആ പാവത്തിന് ആ ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ, നിങ്ങളുടെ ഒരു കുഞ്ഞ്. പിന്നെ ഞാനൊരിക്കലും തന്നെ ഫോഴ്സ് ചെയ്യത്തൊന്നുമല്ല, അതൊക്കെ തൻ്റെ ലൈഫാണ്, തൻ്റെ ഇഷ്ടമാണ്, ഒക്കെയാണ്. ബട്ട് പറഞ്ഞ് എന്ന് മാത്രമേ ഉള്ളൂ. ഒക്കെ താൻ ആലോചിച്ച് തീരുമാനിക്കുക. പക്ഷെ പറഞ്ഞെന്നേ ഉള്ളൂ. ഓ അതായിരുന്നു. ശരി, നീച്ചല്ലേ, എനിക്കൊന്ന് വിശ്രമിക്കണം. എന്തൊക്കെയാണ് മാഡം, ജ്യോതി പോയോ? പോയി. നെക്സ്റ്റ് വീക്ക് മുതൽ ഞാൻ തിരിച്ച് പഴയ പോലെ തന്നെ പോവാം എൻ്റെ വർക്കിന്. ഇനിയിപ്പോൾ ഓഫീസ് UK ഇങ്ങോട്ട് ഞാൻ ഷിഫ്റ്റ് ആയല്ലോ, ഇവിടുത്തെ ബ്രാഞ്ചിൽ വർക്ക് ചെയ്യാൻ പോവാം. ആണോ? എനിവേസ് തനിക്കൊരു സർപ്രൈസ് ഉണ്ട്. എന്ത് സർപ്രൈസ്? ഇത് പൊട്ടി, അതിനല്ലേ സർപ്രൈസ് എന്ന് പറയുന്നത്. സർപ്രൈസ് നേരത്തെ പറഞ്ഞാൽ പിന്നെ ഇങ്ങനെ സർപ്രൈസ് ആവാം. ഈ ചാളമേരിക്ക് വിവരമില്ലല്ലോ ഭഗവാനെ. ഇങ്ങനൊരു പൊട്ടിക്കൊച്ചിനാണല്ലോ കല്യാണം കഴിച്ചേ. ഞാൻ തമാശയായിട്ട് പറഞ്ഞ. ശരിയാ, എന്നാലും അതെന്താ അങ്ങനെ ഒരു സർപ്രൈസ്? എന്തായാലും ഇപ്പൊ താൻ റെസ്റ്റ് എടുക്കുക. അത് 1 വീക്ക് കഴിഞ്ഞിട്ടുള്ള കാര്യമല്ലേ, അതപ്പം ആലോചിക്കാം. നന്നായി ഫുഡ് കഴിക്കാം. 2000 years later. Hi, what's your name? My name is Meghna ma'am, but really sorry ma'am, അറിയാതെ പറ്റിപ്പോയത് മാം, ക്ഷമിക്കണം മാം. ഇറ്റ്സ് ഓക്കേടോ, കുഴപ്പമൊന്നുമില്ല. ഓ നൈസ്. താങ്ക് യു മാം. സോ താൻ കുറേ കാലമായോ ഇവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്? യെസ് മാം, 3 years ആയി. ആണല്ലേ. ഞാനിവിടുത്തെ UK ബ്രാഞ്ചിലായിരുന്നു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നെ. ഇപ്പോൾ ഇങ്ങോട്ട് ഷിഫ്റ്റായി, എല്ലാം എനിക്ക് ന്യൂ ആണ്. സോ Meghna, you definitely be my side. Yes, of course ma'am, I always. So, are you my PA? പിന്നെ അല്ല, ഞാനല്ല മാം. താനല്ലേ? പിന്നെ അതെന്താ ഞാൻ എത്തുന്നതിന് മുമ്പല്ല എൻ്റെ PA എത്തണ്ടത്? ഇല്ല മാം, മാമിൻ്റെ PA ഞാനല്ല. മാമിൻ്റെ PA ഇന്ന് വരും, സാർ ഇന്ന് വരും. സാറിന് ഒരു വെൽക്കമിങ് ഫങ്ഷനൊക്കെ ഏർപ്പാടാക്കിയിട്ടുണ്ട്.
അയാൾക്ക് എന്നെക്കാളും വലിയ സ്വീകരണം. ഇതൊക്കെ ആര് പറഞ്ഞിട്ടാ? വർമ്മ സാർ. ആര്? എൻ്റെ പപ്പയുടെ. ഓ അങ്ങനെയാണല്ലേ. ശരി, താൻ ചെന്നിട്ട് ഞാൻ ഇന്ന് ചെയ്യേണ്ട വർക്ക്സും സാധനങ്ങളൊക്കെ എൻ്റെ ടേബിളിൽ സബ്മിറ്റ് ചെയ്യും. ഓക്കെ മാം. എന്നാൽ ഞാൻ ഓക്കെ മാം. എന്നാലും പപ്പ എന്തായിരിക്കും അങ്ങനെ? പപ്പേൻ്റെ ഓരോ ഡിസിഷനും എന്തെങ്കിലുമൊക്കെ മീനിങ് ഉണ്ടാവും. ഇതും അങ്ങനെ എന്തായിരിക്കും. എന്നാലും ഒരു PAക്ക് സ്വാഗതം, അതും എൻ്റെ കയ്യിൽ നിന്ന് പൂക്കളൊക്കെ കൊഞ്ചം ഓവറല്ലേ എൻ്റെ വർമ്മ സാറേ. A few moments later. വെൽക്കം സർ, വെൽക്കം ടു അവർ ഓഫീസ്. മാം, ഈ പൂവ് സാറിന് കൊടുക്കാം. ധ്രുവേട്ടനോ? ധ്രുവേട്ടൻ എന്താ ഇവിടെ? അത് മാമാണ് ബൊക്കെ കൊടുക്കേണ്ടത് എന്നാണ് വർമ്മ സാർ പറഞ്ഞത്. കൊടുക്കും മാം. വെൽക്കം ടു യു ആസ് മൈ PA. താങ്ക് യു മാഡം. 2000 years later. തുടങ്ങുന്നില്ലേ? എന്താ ഉദ്ദേശം? നല്ലൊരു ജോബ് കളഞ്ഞേച്ചെന്റെ PA ആയിട്ട് വർക്ക് ചെയ്യാന്നാണോ? എടോ, ആ ലൈഫ് ആ ജോബ് ചെയ്തതുകൊണ്ട് എനിക്ക് വലിയ തോന്നില്ല. എല്ലാം കമ്പനി തന്നെയല്ലേ. അപ്പം ഇവിടെയാണെങ്കിലും അവിടെയാണെങ്കിലും കണക്ക്. പക്ഷേ അവിടെ ഇല്ലാത്തൊരു കാര്യം ഇവിടെ ഉണ്ട്. അതെന്താ വെച്ചാൽ തന്നെ എനിക്ക് കണ്ടുകൊണ്ടിരിക്കാം. അവിടെ ആകുമ്പോൾ എനിക്ക് തന്നെ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. പക്ഷേ ഇവിടെ അത് പറ്റും. അപ്പം ഐ പ്രിഫർ ദിസ്. തലയ്ക്കകത്താൾ താമസമല്ല മിസ്റ്റർ. ഇത് എന്താ ഇത്? ഞാൻ സമ്മതിക്കില്ല ഇതിന്. മര്യാദയ്ക്ക് ജോലി രാജിവെച്ച് പോകാൻ നോക്കാം. ഓക്കെ, ഹസ്ബൻഡ് കെയറിങ് ഒക്കെ ഓക്കെ, പക്ഷേ ഇത്ര അധികം വേണ്ട. ഇത് കുറച്ച് ഓവറാണ്. നല്ലൊരു ജോലിയും കളഞ്ഞു വെച്ചാൽ എൻ്റെ PA ആയിട്ട് വർക്ക് ചെയ്യട്ടാ. ഇല്ല, ഇത് മാത്രം അഡ്ജസ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, സമ്മതിച്ചു. അത് എത്രയോ നല്ലൊരു ജോബായിരുന്നു. അപ്പോൾ തനിക്കതൊരു കുറച്ചിലായിരിക്കാം. ഞാൻ തൻ്റെ PA ആയിട്ട് ഓക്കെ എന്നാണ് പറയുന്നത്. പക്ഷെ എനിക്കതൊരിക്കലും ഒരു കുറച്ചിലല്ല. തന്നെ എനിക്ക് ഒരു കുറച്ചു കാലം കൂടി കണ്ടുകൊണ്ടിരിക്കാമല്ലോ. എന്തായാലും താൻ പൂർണ്ണമായിട്ട് ഭേദാവുന്നവരെ ഞാനിവിടെ തന്നെ ഉണ്ടാവും. എന്തായാലും താങ്ക് യു ചെയ്യും. പിന്നെ നമ്മുടെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് അങ്ങ് വീട്ടിൽ. ഇവിടെ വി ആർ അറിയാലോ, എന്നാലും പറയാം. ഐ ആം യുവർ മാഡം ആൻഡ് യു ആർ മൈ PA. ആ ഒരു ബന്ധം മാത്രം. സോ മിസ്റ്റർ ഏകലവ്യ ദേവസ്യ to ready as my PA. ഈ വർക്കൊക്കെ ചെയ്യാനുള്ളതാണ് മിസ്റ്റർ ഏകലവ്യക്ക്. ഇത് ഇന്ന് ഈവനിങ്ങിനുള്ളിൽ എനിക്ക് സബ്മിറ്റ് ചെയ്യണം. സോ PAക്ക് സെപ്പറേറ്റ് അങ്ങനെ റൂമൊന്നുമില്ല. എൻ്റെ റൂമിൽ തന്നെയാണ് നിങ്ങളുടെയും റൂം. സോ ഈ സൈഡിൽ ഇരുന്ന് ചെയ്യാൻ തുടങ്ങിക്കോ എൻ്റെ PA. A few moments later. കുറെ നേരമായി തുടങ്ങിയിട്ട്. എന്താ ഇങ്ങനെ നോക്കിയിരിക്കണേ? അതിലിങ്ങനെ നോക്കി. ഓക്കെ, ഞാനങ്ങ് മെൽറ്റ് ആവുകയാണ്. പ്ലീസ് സ്റ്റോപ്പ് ഇറ്റ്. തമാശ പറയുന്നു. ഐ ലവ് യു. ഐ ലവ് യു സോ മച്ച് മൈ ഡിയർ വൈഫ്. ധ്രുവേട്ടാ, എന്താ ഇത്? എല്ലാത്തിനും ലിമിറ്റ് വേണം, കൺട്രോൾ വേണം. ഇതൊരു ഓഫീസാണ്, ഇതൊരു സ്ഥാപനമാണ്. ഓക്കെ, എന്ത് വന്നാലും തലയാട്ട മാത്രം. സമയം 1:15 കഴിഞ്ഞു. നമുക്ക് 2:30 എനിക്ക് ഇവിടുന്ന് ഒരു ഓഫീസ് മീറ്റിംഗ് ഉണ്ട്. അപ്പോൾ 2 മണിക്ക് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങും. എൻ്റെ കൂടെ വേഗം വരണം.
എനിക്കൊന്ന് വാഷ്റൂം പോകട്ടെ, ഞാനിപ്പോൾ വരാം. എന്നാ ഞാൻ ബാത്റൂം പോയിട്ട് വാ, സമയമില്ല. ഞാൻ വന്നു വാ, ഇറങ്ങ. സോ മൈ ഡിയർ പിക്കിയെ, വേഗം കാറിലോട്ട് വാ, ഡ്രൈവ് ചെയ്യണ്ടേ. ഞാനാണോ പിന്നല്ലാണ്ട് ഇനി ഡ്രൈവറിന് വേറെ വെക്കണോ? ഇതൊക്കെ ചെയ്താ മതി. പിയുടെ പണി മാത്രമേ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ, അല്ലാണ്ട് ഡ്രൈവറിന്റെ കൂടി ഞാൻ ഏറ്റെടുത്തിട്ടില്ല. മിസ്സസ് കലവ്യ, ഓ സോറി മിസ്സസ് മാഡം, മിസ് മാഡം. എന്നാ ഞാൻ പോരാം. എന്നാ പോവാ, വണ്ടി എടുത്തോട്ടെ. പിന്നല്ലാണ്ട പോവാം. മാഡം, ഇതാണോ? ഇയാളെ കണ്ടാൽ തന്നെ ഒരു വശപ്പശുണ്ടല്ലോ. എന്താണ് ഇതൊക്കെ തോട്ടം? ഹായ്, ഗുഡ് മോർണിംഗ് സർ. So what is it? New project. So sir, this is my new project. Okay, അടിപൊളി പ്രൊജക്റ്റ്. ഇതിന് വില പറ. അതിന് ഇരട്ടി വില തന്ന് ഞാൻ ഈ പ്രൊജക്റ്റ് വാങ്ങിക്കോളാം. പറ. സോറി സർ, എനിക്കതിന് താല്പര്യമില്ല. സാർ, ഈ പ്രൊജക്റ്റ് എനിക്ക് താങ്കൾക്ക് വിൽക്കാൻ ഒട്ടും താല്പര്യമില്ല. സാറിന് വേണമെങ്കിൽ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലാണ്ട് ഈ പ്രൊജക്റ്റ് സാറിന് പൂർണ്ണമായിട്ട് വിറ്റ് എൻ്റെ എഫേർട്ടിനൊരു വാല്യൂ ഇല്ലാതാക്കാൻ എനിക്ക് താല്പര്യമില്ല. സാർ ഒന്ന് മനസ്സിലാക്ക് പ്ലീസ്. സോ സാറിന് മനസ്സിലാകുന്നില്ലെങ്കിൽ ഓക്കെ, അത് സാറിൻ്റെ മിസ്റ്റേക്കാണ്, ഞാൻ പോവാണ്. എങ്ങോട്ടും പോകുന്നില്ല. കയ്യിന്നിട് സാർ, കയ്യിന്ന് വിടാൻ. യു ബ്ലഡി. തന്നോട് അവള് മര്യാദക്കല്ല പറഞ്ഞ. താൻ എന്തിനാ അതിന് അവളെ കൈ കയറി പിടിക്കണേ? തന്നെ ഞാൻ എൻ്റെ കൈ. ധ്രുവേട്ടാ, വേണ്ട. വിട്ടു. എന്റെ പെണ്ണിനെ തൊട്ട നായിന്റെ മോനെ, നീ എന്റെ കയ്യിന്റെ ചൂടറിയും. നീ ആരാന്നാ നിന്റെ വിചാരം? നീ ആണുങ്ങളെ കണ്ടിട്ടില്ല നായ. എന്റെ അടുത്ത് തളപ്പീരുമായിട്ട് എന്നാ നിന്റെ കഴപ്പ ഞാൻ മാറ്റും മോനെ. നിനക്കറിയില്ല ഏകലവ്യ ദേവസി ആരാണ്. ഇനി ഇവളുടെ നേരെ നിന്റെ കണ്ണ് പോലും തട്ടിയ ജീവനോടെ ഉണ്ടാവില്ല. നീ ഉണ്ടെങ്കിൽ തന്നെ ആ ജീവനോടെ മണ്ണിൻ്റെ അടിയിലിട്ട് ഞാൻ കുഴിച്ചു മൂടും. മനസ്സിലായടാ നായ? വാടി പോവാം. എന്നെ ഒന്നും ഞാൻ വെറുതെ വിടില്ലടാ. കുടുംബത്തോടെ തീർക്കും ഞാൻ. ജീവൻ വേണം ഇനീച്ച് പോടാ നായ. എന്താ ചെയ്യുന്ന? നിർത്ത്. വേണ്ട, നിർത്ത്. നമ്മുടെ വാ ധ്രുവേട്ടാ, വാ. വരാനാ പറഞ്ഞേ, വാ. സോറി സർ, സോറി ഫോർ ദ ഇൻകൺവീനിയൻസ്. വാ ഇങ്ങോട്ട്. എന്നാ പണിയാവുകയും ചെയ്തേ? അത് വലിയൊരു തലവേദനയായി വരുള്ളൂ. അയാൾ എത്ര വലിയ CEO ആണെന്ന് അറിയോ? ഈശ്വര, ഇനി ഇതിന്റെ പേരിൽ ഞാൻ എന്തൊക്കെ സഹിക്കേണ്ടി വരുമോ എന്തോ. ഓരോന്ന് ഒപ്പിച്ച് വെച്ചിട്ടിരുന്ന് ചിരിക്കുന്ന കണ്ടോ? അതെ, എന്റെ കയ്യകലത്തിന് മാറിയുന്നു. ഭർത്താവാണോ ഞാൻ നോക്കുകയില്ല. എന്തായാലും വാ. ഇനിയിപ്പോ ഇവിടെ നിന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. പോയത് പോയി, പിന്നെ അയാള് ചോദിച്ചു വാങ്ങിയതാണ്. എന്നാലും എന്താ മുഖം വെറുപ്പിച്ചോണ്ട് നിൽക്കുന്നേ? അത് പോട്ടെ, പിന്നെ അയാള് പിന്നെ തൻ്റെ കയ്യിൽ കയറി പിടിക്കുമ്പോൾ ഞാൻ നോക്കിക്കൊണ്ട് കാണോ? അങ്ങനെയാണ് താൻ എന്നെ ഭർത്താവെന്നല്ല വേറെ എന്താ പേരിട്ട് വിളിക്കേണ്ടി വരും. അഗ്നിസാക്ഷിയായിട്ട് താലി ചാർത്തിയവനാ ഞാൻ ആണാണെന്ന് പറഞ്ഞ് നടക്കുന്നത് മീശ വെച്ചതുകൊണ്ടല്ല. എൻ്റെ അമ്മേനെയും പെങ്ങളെയും പിന്നെ എൻ്റെ ഭാര്യയായ നിന്നെയും പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും എന്നതുകൊണ്ട് മാത്രം, അല്ലാണ്ട് ഒരിക്കലും ഒരു പുരുഷനാവുന്നില്ല. ഈ പള്ളി, അതായത് ഈ ജീസസിനെ സാക്ഷി നിർത്തി ഞാൻ പറയാം, ഈ ദൈവത്തിന് തലയിൽ സത്യമായിട്ട് ഞാൻ പറയാം, എൻ്റെ ശരീരത്തിൽ ജീവന്റെ അംശം നിലയ്ക്കുന്നത് വരെ നിന്റെ മേത്ത് ഒരു നായിന്റെ മോനും മണൽത്തരി പോലും വാരിയറിയാൻ ഞാൻ സമ്മതിക്കില്ല. നീ എൻ്റെ പെണ്ണ, ഈ ഏകലവ്യൻ ദേവസ്യന്റെ പെണ്ണ്. അലസി, നീ എന്നെ ഇങ്ങനെ കാണുന്നതെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ നിന്റെ കഴുത്തിൽ എന്ന് ഞാൻ താലി ചാർത്തിയോ അന്ന് മുതൽ നീ എൻ്റെ ഭാര്യ. ഒരുത്തന് ഒരു വാക്കുപോലും അതിശയിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല.
മനസ്സിലായോ? A few moments later. കുറെ നേരമായി ഡ്രൈവ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇതുവരെ ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല. എങ്ങോട്ടാന്ന് പറ. ഒരു ഐസ്ക്രീം തരട്ടെ? എനിക്ക് വേണ്ട. അതെന്താ തനിക്ക് വേണ്ടാതെ? ഏട്ടാ, ഒരു പിസ്ത ആൻഡ് ഒരു വാനില. ധ്രുവേട്ടന് എങ്ങനെ അറിയാം എൻ്റെ ഫേവറേറ്റ് ഫ്ലേവർ അതാണെന്ന്? തന്നെ പറ്റി അറിയാനിപ്പോൾ മറ്റൊരു ഗൈഡിൻ്റെ ആവശ്യമൊന്നും എനിക്കില്ല. തന്നെ എനിക്ക് ഡീറ്റെയിൽ ആയിട്ടാണ് കേട്ടോ തൻ്റെ പാതിയായിട്ട് ഞാനിപ്പോൾ ഈ ഭൂമിയിൽ നിൽക്കുന്നത് പോലെ. ദാറ്റ്സ് ഇറ്റ്. കഴിക്ക് ഐസ്ക്രീം. തണുത്തോ? തൻ്റെ ശരീരമാക്കി ചൂട് പിടിച്ച് നിൽക്കുമായിരുന്നല്ലോ, ഇപ്പം തണുത്തോ? അത് പറഞ്ഞപ്പോഴാണ് ആലോചിച്ചേ. അമ്മ പറഞ്ഞിട്ടുണ്ടല്ലോ അവര് നാളെ രാവിലെ ഇവിടുത്തെ ഫ്ലൈറ്റ് കയറി പോകുന്നു. ഐ മീൻ ഫ്ലൈറ്റിലാണോ പോണത് അതോ ട്രെയിനിലാണോ? തറവാട്ടിലോട്ട് പോകുന്നുണ്ട് എന്ന് പറഞ്ഞില്ലായിരുന്നു? ശരിയാ, അമ്മ പറഞ്ഞിട്ടുണ്ടല്ലോ. അല്ല, ട്രെയിനിലാണ് പോകണം. ട്രെയിനിലാണല്ലേ? ഓക്കെ ഓക്കെ. അപ്പം 4 ദിവസത്തിനുള്ളിൽ അവിടുന്ന് ഇങ്ങോട്ട് വരും. 2 ദിവസം കഴിഞ്ഞ് നമ്മളോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിട്ടില്ലേ? ചെല്ലണ്ടേ? അല്ല, തറവാട് ശരിക്കും എവിടെയാ? തമിഴ്നാട്ടിലെ വിശാഖപട്ടണം എന്ന് പറയുന്ന സ്ഥലം. ഓ, അങ്ങനെയാണല്ലേ. ഓക്കെ ഓക്കെ. എന്നാൽ നമുക്ക് റെസ്റ്റോറൻറ്റ് കയറാം. എനിക്ക് നന്നായി വിശക്കുന്നുണ്ട്. വീട്ടിലൊന്നും ഇല്ലല്ലോ. എന്നാൽ പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് പോവാം. ഇവിടെ അടുത്തുള്ള റെസ്റ്റോറൻറ്റിൽ കയറാം. എനിക്ക് വിശക്കുന്നുണ്ട്. എൻ്റെ എനർജി മൊത്തം ആ പട്ടീൻ്റെ അടുത്ത് വേസ്റ്റാക്കി. ഇനി ആവത്തില്ല. എന്താ കഴിച്ചിട്ട് പോവാം. A few moments later. ഇപ്പോഴാണ് ശ്വാസം നേരം വീട എനിക്ക്. അപ്പം വീട്ടിൽ പോവാം. എനിക്ക് ഒന്ന് റെസ്റ്റ് എടുക്കണം. കുറച്ച് ദിവസമായി തന്നെ ശുശ്രൂഷയ്ക്കിലായിരുന്നല്ലോ പണി. പിന്നെ ഇപ്പോൾ ജോബ് വീണ്ടും ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഒരു ചടപ്പും മടുപ്പും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ വീട്ടിൽ പോയി ഒന്ന് ഉറങ്ങി തീർത്താൽ ക്ഷീണം മാറും. എന്നാ വീട്ടിൽ പോവല്ലേ? സോ ഗുഡ് നൈറ്റ്. എനിക്ക് നല്ല ക്ഷീണമുണ്ട്. ഞാൻ ഉറങ്ങാം കേട്ടോ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് മൈ ഡിയർ. ജ്യോതി പറഞ്ഞതിൽ കാര്യമില്ലേ? ഒന്ന് പൊന്നു പറഞ്ഞപ്പോ ശരിയാലേ? ഞാൻ എൻ്റെ ലൈഫ് എൻ്റെ ഇഷ്ടങ്ങൾ മാത്രം നോക്കിയിട്ടാ മുന്നോട്ട് പോകുന്നത്. ധ്രുവേട്ടനും കൂടി ലൈഫല്ല ഇത്. ഞാനങ്ങനെ ഓക്കെ, എനിക്കിഷ്ടമുള്ളത് നടന്ന വെഡിങ് ആയിരുന്നു, മാരേജ് അങ്ങനെയായി. പക്ഷെ എന്ന് കരുതി വി ഈക്വലി ആർ റെസ്പോൺസിബിൾ ഫോർ ഇറ്റ്. പിന്നെ ഞാൻ മാത്രം ശരിയല്ല ഇത്. ശരിയാ, പിഗ്വന്റെ ആഗ്രഹങ്ങളും സന്തോഷങ്ങളും ഒന്നും ഞാൻ ശ്രദ്ധിക്കാത്ത പോലെ. പിഗ്വഡ് എന്തുകൊണ്ടും നല്ലൊരാളാ. എനിക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ. പക്ഷേ പിഗ്വഡിന് എന്നെക്കാൾ എത്രയോ നല്ലൊരാളെ ഡിസേർവ് ചെയ്യുന്നുണ്ട്. പക്ഷേ ദൈവം അവള് പറഞ്ഞ പോലെ ദാറ്റ് റെഡ് സ്ട്രിങ് ആയിട്ട് കണക്ട് ചെയ്തത് എൻ്റെ കൈയാണെന്ന് മാത്രം. അങ്ങനെയാണെങ്കിൽ ഇനിയും പാവത്തിനെ വെയിറ്റ് ചെയ്യിപ്പിക്കരുത്. ശരിയല്ലേ, ഞങ്ങളെ ലൈഫ് ഇങ്ങനെയൊക്കെ ആയി. പക്ഷെ പാവം പേക്കോട്ട് ധ്രുവേട്ടൻ എനിക്ക് വേണ്ടി ഒത്തിരി അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. വേണ്ട, ഇനിയും ആ പാവത്തിനെ വിഷമിപ്പിക്കരുത്. ഉടനെ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം. I want to make him happy. I want to see his smile forever. I'm ready. ഞാൻ എന്നേക്കുമായിട്ട് പീക്കോട്ടിന്റെ ഭാര്യ ആവാൻ തയ്യാറായി കഴിഞ്ഞു. പീക്കോട്ട്, I love you so much. You're my
യു ആർ മൈൻ ഓൺലി. എന്തൊക്കെ ക്രിഞ്ചാ ഞാനീ പറയണേ. എന്തായാലും എനിക്ക് തന്ന ഈ സർപ്രൈസിനും വലിയൊരു സർപ്രൈസ് ഞാൻ അങ്ങോട്ട് തരാൻ പോവാ. ഓഫ്, കടന്നുറങ്ങണം നോക്ക്. എന്നെ ക്യൂട്ട്. ബി റെഡി മൈ മാൻ. ബി റെഡി ഫോർ മൈൻ ഓൺലി. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് പിക്കോട്ടെ. നാളെ മുതൽ എൻ്റെ പുതിയൊരു മുഖം നിങ്ങൾക്ക് കാണാം. To my husband.